I'm Ennemcien. Exam package from Hydrodynamics. Water flows steadily in a canal of depth h. Prove that hydrostatic pressure at the bed of the canal is h rho g, applying Bernoulli's theorem. ഇതാണ് ചോദ്യം. ഇത് കനാലിൻ്റെ ബെഡ്, വാട്ടർ ലെവല് വാട്ടറിൻ്റെ ടോപ്പ്, ഡെപ്ത് ഈസ് എച്ച്. ഇവിടുത്തെ പ്രഷർ P1 എന്നിരിക്കട്ടെ, ഇവിടുത്തെ പ്രഷർ P2 എന്നിരിക്കട്ടെ. ഈ ലെയറിൻ്റെ വെലോസിറ്റി V1, ബെഡിൻ്റെ ഭാഗത്ത് വെള്ളത്തിൻ്റെ വെലോസിറ്റി V2. ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. ടോട്ടൽ എനർജി അറ്റ് ദിസ് ലെവൽ ഈക്വൽസ് ടോട്ടൽ എനർജി അറ്റ് ദിസ് ലെവൽ. ഇപ്പോൾ P1 പ്ലസ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ റോ ജി എച്ച്. പെർ യൂണിറ്റ് വോളിയം അതായി ഡെൻസിറ്റി വന്നിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ പഠിപ്പിച്ച റോ ജി എച്ച് ഈക്വൽസ് ടോട്ടൽ എനർജി അറ്റ് P2 അറ്റ് ദി ബോട്ടം, ദറ്റ് ഈസ് P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 എന്നങ്ങ് എടുക്കുന്നു. ഇനി വെൻ ദി വാട്ടർ ഈസ് അറ്റ് റെസ്റ്റ്, V1 ഈക്വൽസ് V2 ഈക്വൽസ് 0. പോയിട്ട് P1 പ്ലസ് റോ ജി എച്ച് ഈക്വൽസ് P2 or P2 മൈനസ് P1 ഈക്വൽസ് എച്ച് റോ ജി. P2 minus P1 is the pressure at the bed above the pressure at the top level, or this is the pressure due to the height h. That is hydrostatic pressure because the liquid is at rest now. So P2 minus P1 is the pressure created by this level difference h. That is h rho g. ഇത് നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ബെർണോളിസ് തിയറം ഉപയോഗിച്ച് അത് പ്രൂവ് ചെയ്തു. അടുത്ത ചോദ്യം. Water flows through a horizontal pipe of uniform cross-section with narrow vertical pipes as shown in the figures. Choose the correct figure. Justify. ലിക്വിഡ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുക. ഈ ഫിഗറിൽ യൂണിഫോം ക്രോസ് സെക്ഷനാണ്. ഈ ഫിഗറിൽ വെർട്ടിക്കൽ പൈപ്പിലെല്ലാം അല്ല മാനോമീറ്ററിലെല്ലാം ഒരേ ലെവലാണ്. ഇവിടെ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിലേതാ ശരിയായ ഫിഗർ? ഇതാണ് ചോദ്യം. ഫിഗർ ബി ആണ് കറക്റ്റ്. ഈ ഫിഗറാണ് ശരി. കാരണം ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷൻ അല്ല ഇവിടെ നോക്കേണ്ടത്. ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് ലിക്വിഡ് ഒഴുകുന്നത്. ദർ ഷുഡ് ബി എ പ്രഷർ ഡിഫറൻസ്. ലിക്വിഡ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ എൻഡ് ടു ലോ പ്രഷർ എൻഡ് ഓഫ് ദി പൈപ്പ്. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് ഇത് കാണിക്കും ഗ്രാജുവലായിട്ട് ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലോട്ടാണ് ലിക്വിഡ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് വരണം. സ്റ്റഡി ഒരേ പ്രഷറാകുന്ന ലിക്വിഡ് ഒഴുകില്ല. അപ്പോൾ വെഞ്ചുരി മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് കയറി ഇതിന് ആൻസർ ചെയ്യരുത്. ദിസ് ഈസ് ദി ആൻസർ. വെഞ്ചുറി മീറ്ററിൽ ഒരു കൺസ്ട്രിക്ഷൻ ഉണ്ട്. ആ ഭാഗത്ത് മാത്രം ഒരു പൈപ്പ്, ഒരു മാനോമീറ്റർ ഉണ്ട്. തൊട്ട് വൈഡ് റേഞ്ച് ഏരിയയുടെ ഭാഗത്തും ഒരു വെർട്ടിക്കൽ മാനോമീറ്റർ ഉണ്ട്. അത് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് വെച്ച് നമ്മൾ സ്പീഡ് റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ. പൊതുവേ ലിക്വിഡ് ഒഴുകുമ്പോൾ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് ലിക്വിഡ് ഒഴുകുക. Keep it in mind. Another one.
An incompressible liquid is flowing inside a horizontal pipe which has a constriction. Vertical tube manometers are attached at both the wide portion and the narrow portion of the pipe. If a tap is there at one end, what do you observe in the manometer levels before and after closing the tap? ഇവിടെ വെൻറ്റുറിമീറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പൈപ്പിൽ ഒരു കൺസ്ട്രിക്ഷൻ ഉണ്ട്, നാരോ നെക്ക് ഒരു ഭാഗമുണ്ട്, അവിടെ ഒരു മാനോമീറ്റർ ഉണ്ട്. വൈഡ് ഏരിയ ഉള്ള ഭാഗത്തും ഒരു മാനോമീറ്റർ ഉണ്ട്. പൈപ്പിൻ്റെ എൻഡിലൊരു ടാപ്പുണ്ട്. ടാപ്പ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പോൾ വെൻറ്റുറിമീറ്ററിൽ കണ്ടതുപോലെ കൺസ്ട്രിക്ഷൻ ഉള്ള ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ വെൻ ദി ടാപ്പ് ഈസ് ഓപ്പൺ, pressure at the constricted area will be less because of large kinetic energy there. So the manometer will show smaller level compared to the other manometer. When the tap is closed, water becomes static. There is no flow. Then the hydrostatic pressure will be uniform over all the regions and the manometer will show same level. That's all. അവിടെ ഒരേ ലെവൽ എടുത്ത് കഴിയുമ്പോൾ പൈപ്പിൻ്റെ ആക്സിസ് വല്ലതും എടുക്കുമ്പോൾ ആക്സിസിൽ നിന്നുള്ള ആക്സിസിലെ എല്ലാ ഭാഗത്തും ഒരേ പ്രഷറാണ്, സ്റ്റാറ്റിക് ലിക്വിഡാണെങ്കിൽ. അപ്പോൾ എല്ലാ മാനോമീറ്ററും ഒരേ പ്രഷർ കാണിക്കും, അല്ലെ ഒരേ ഹൈറ്റിൽ ലിക്വിഡ് ഉയർന്നു നിൽക്കും. ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം, ഓൺ ടേക്ക് ഓഫ് വുഡ് ഇറ്റ് ബി ബെറ്റർ ഫോർ ആൻ എയർപ്ലെയിൻ ടു മൂവ് ഇൻ ടു ദി വിൻഡ് ഓർ വിത്ത് ദി വിൻഡ്? എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കാറ്റിനെതിരെ മൂവ് ചെയ്യിക്കണോ, കാറ്റിനോടൊപ്പം മൂവ് ചെയ്യിക്കണം? കാറ്റിനോടൊപ്പം മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് ദി വിൻഡ് റിലേറ്റീവ് ടു ദി പ്ലെയിൻ വിൽ ബി ലെസ്. ഒരേ ഡയറക്ഷനിൽ വെലോസിറ്റി വരുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി V1 മൈനസ് V2 ആണ്. അപ്പോൾ വിൻഡിൻ്റെ ഡയറക്ഷനിൽ പ്ലെയിൻ മൂവ് ചെയ്യിച്ചാൽ velocity, relative velocity of air will be less compared to when plane is moved into the wind. into the wind എന്ന് പറയുമ്പം കാറ്റിനെതിരെ മൂവ് ചെയ്യുക. അപ്പോൾ പ്ലെയിൻ്റെ വെലോസിറ്റി ഒരു ഡയറക്ഷനിൽ, കാറ്റിൻ്റെ വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി അവിടെ രണ്ടിൻ്റെയും കൂടെ സമ്മാ വരുന്നത്. ഇൻ ദാറ്റ് കേസ് pressure difference will be greater. So the plane gets more uplifting force. So the plane should be moved into the winds. This ensures higher lifting force because of larger velocity of the wind relative to the plane. Another one. How much work is done in forcing 100 meter cube of water through a pipe of diameter 5 centimeter if the pressure difference between the ends of the pipe is 10 Newton per meter? ഫ്ലൂയിഡ്സിൻ്റെ എല്ലാം കേസിൽ, ഗ്യാസ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ, വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. അല്ല തിരിച്ചും പറയാം, ചേഞ്ച് ഇൻ പ്രഷർ ഓർ പ്രഷർ ഡിഫറൻസ് ഇൻറ്റു വോളിയം. P ഇൻറ്റു V എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രഷർ ഡിഫറൻസ് പറയുന്നുണ്ട് 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷർ ഡിഫറൻസ് പൈപ്പിൻ്റെ രണ്ട് എൻഡ്സും തമ്മിലുണ്ടെന്ന് പറയുന്നുണ്ട്. പൈപ്പിൻ്റെ ഡയമീറ്റർ അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഉപയോഗവും ഇവിടെ ഇല്ല. വോളിയം തന്നിട്ടുണ്ട്, 100 മീറ്റർ ക്യൂബ് വാട്ടറാണ്, ലിക്വിഡാണ്, വാട്ടറാണ് ഇവിടെ മൂവ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ വർക്ക് ഈസ് ഡെൽറ്റ P
into V എന്നങ്ങ് എടുത്താൽ മതി. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ പ്രഷർ ഡിഫറൻസ് ഇൻറ്റു വോളിയം ഈസ് 10 into 100 or 1000 joule. That is the answer. Another one. Water falls from a height of 20 meter at the rate of 1000 meter cube per minute and drives a water turbine. What is the maximum power that can be developed by this turbine? 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുക. ഒരു മിനിറ്റിൽ 1000 ക്യൂബിക് മീറ്റർ വാട്ടർ വെച്ചാണ് വീഴുന്നത് ഒരു ടർബൈനിലോട്ട്. എങ്കിൽ ഈ ടർബൈനിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം പവർ എത്രയാണ്? നമുക്കറിയാം, പവർ ഈസ് വർക്ക് ബൈ ടൈം. ഇവിടെ ഇപ്പോൾ ഹൈറ്റിൽ നിന്ന് വീഴുന്നതായതുകൊണ്ട് വർക്കെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി ഹയസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ എച്ച് ഡെപ്തിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ടർബൈന് കൈമാറുക. അപ്പോൾ വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബൈ ടൈം ഓർ mgh/t. എം എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. വോളിയം 1000 ക്യൂബിക് മീറ്റർ വാട്ടർ അല്ലേ, അറ്റ് ദ റേറ്റ് ഓഫ് 1000 മീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം 1000 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. That is 10⁻⁶ kilogram. Therefore, pressure equals 10⁻⁶ m g, take it as 10 into h is 20 meter by time 1 minute എന്ന് തന്നിട്ടുണ്ട്, അതിനെ സെക്കൻഡ് ആക്കണം, by 60. That is 1/3 into 10⁻⁷ watt. അല്ലെങ്കിൽ ഇത് 10/3 into 10⁻⁶. 10/3 is 3.3. 3 into 10⁻⁶ മെഗാ എന്നാണ് പറയുന്നത്. അപ്പോൾ മെഗാവാട്ട്, 3.33 megawatt. That is the answer. Another one. A hollow tube has a disc D attached to it as shown in the figure. When air is blown through the tube, the disc attracts the light disc C of negligible weight. If capital A is the area of C, calculate the net upward force on C. ഇതാ ഡിസ്ക് ഡി. ഇതൊരു ഹോളോ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഇതൊരു ലൈറ്റ് ഡിസ്ക്, ഏരിയ എ ഉള്ള ലൈറ്റ് ഡിസ്ക്. ഇതിൽ കൂടെ എയർ ബ്ലോ ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് ലിഫ്റ്റഡ് ആകും. കാരണം ഇവിടെ കൈനറ്റിക് എനർജി കൂടും, പ്രഷർ കുറയും ഇവിടത്തെ അപേക്ഷിച്ച്. നെറ്റ് അപ്വേർഡ് ഫോഴ്സ്, ലിഫ്റ്റിംഗ് ഫോഴ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ടോട്ടൽ എനർജി സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ P1 പ്ലസ് ഹാഫ് റോ v². പൊട്ടൻഷ്യൽ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെ ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒന്നും എടുക്കേണ്ട, എയറല്ലേ. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇവിടെ ഇപ്പോൾ എയറിൻ്റെ വെലോസിറ്റി 0 എന്നങ്ങ് എടുക്കണം. അപ്പോൾ പ്രഷർ P2 പ്ലസ് 0, ഫ്രം വിച്ച് P2 minus P1 equals half rho v². P2 minus P1 is the pressure difference or upward pressure, excess pressure. Therefore, force equals this into area, pressure into area. That is P2 minus P1 into A, or half rho v² into A. That is the answer. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.